ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. PT5 മയക്കുവെടി വെച്ചതായാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ലിഷോയുണ്ട് വിശദവിവരങ്ങളുമായി. ലിഷോയ്, മയക്കുവെടി വെച്ചോ? എന്താണ് ആനയുടെ അവസ്ഥ? എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? ആനയെ മയക്കുവെടി വെച്ചു. പക്ഷേ ആനയ്ക്ക് മരുന്ന് ദേഹത്ത് കയറാൻ ഒരു സാവകാശം ഉണ്ടായില്ല. അതിന് മുൻപേ തന്നെ ആന ആ വാലുകൊണ്ട് അത് തട്ടിത്തെറിപ്പിച്ച് ആന മറ്റൊരു ദിശയിലേക്ക് ഓടിപ്പോയി എന്നുള്ളതാണ്. അതായത് ഈ മയക്കുവെടി വെച്ച ശേഷം ഈ കാലിൻ്റെ പുറകുവശത്തുള്ള കാലിൻ്റെ ഭാഗത്താണ് മയക്കുവെടി വെച്ചത്. ആ സമയത്ത് ഇത് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മറ്റൊരു ദിശയിലേക്കാണ് പോയത്. ഇത്രയും നേരം ഈ ഒരു ദിശയിൽ, ഈ കാടിനകത്ത് ഒരു ഭാഗത്താണ് ആന ഉണ്ടായിരുന്നത്. അതിന് ശേഷം അവിടെ നിന്നും മറ്റൊരു ദിശയിലേക്ക് ആന ഓടിപ്പോയിട്ടുണ്ട്. എന്നാൽ ദൗത്യസംഘം ഇതിന് ഒപ്പം തന്നെയുണ്ട്. വീണ്ടും മയക്കുവെടി വെക്കാനുള്ള ശ്രമം, അതിനുവേണ്ടി കൃത്യമായി ആനയെ ലൊക്കേറ്റ് ചെയ്ത് കൃത്യമായി മയക്കുവെടി വെക്കാൻ കഴിയുന്ന ഒരു ഇടത്തേക്ക് ആനയെ എത്തിച്ച ശേഷം ആ നടപടികൾ എന്തായാലും തുടരും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കാഴ്ചയിൽ പ്രശ്നമുള്ളതിനാൽ തന്നെ അധികം ദൂരത്തേക്ക് ഓടിപ്പോകാൻ കഴിയില്ല എന്നുള്ളത് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ കാര്യമാണ്. കൂടുതൽ ദൂരത്തേക്ക് ഓടിപ്പോയി മറ്റ് കാടിന് ഉൾപ്രദേശത്തേക്ക് ഒന്നും തന്നെ മറഞ്ഞു പോകാനായുള്ള ഒരു സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ദൗത്യസംഘവും ഉൾപ്പെടുന്ന സംഘം ഇപ്പോഴും ആനയുടെ അടുത്ത് തന്നെയുണ്ട്. ആനയെ കൃത്യമായി അവർ കണ്ടെത്തിയ ശേഷം, അതായത് ഈ മയക്കുവെടി വെക്കാൻ പറ്റുന്ന അടുത്തൊരു സ്ഥലത്ത് എത്തിയ ശേഷം രണ്ടാമതും മയക്കുവെടി വെക്കും. എന്തായാലും അതിനുവേണ്ട ഈ മരുന്ന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ അരുൺ സക്രയുടെ സംഘത്തിന്റെ ഇപ്പോൾ നീങ്ങിയിട്ടുണ്ടോ ലിഷോയി? അതോ അവർ ആ യാത്രയിലാണോ? കൃത്യമായി ആനയെ അവർക്ക് ഇപ്പോൾ രണ്ടാമത് എത്തിയിരിക്കുന്നത് എവിടെയെന്നുള്ളത് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും. അതായത് ദൗത്യസംഘം കൃത്യമായി ആനയെ സ്പോട്ട് ചെയ്ത് അവിടെ തന്നെ ഉണ്ട്. എന്തായാലും രണ്ടാമതും മയക്കുവെടി വെച്ചോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഈ മയക്കുവെടി വെച്ചതിന് ശേഷം പിന്നീട് ഈ രണ്ടാമതും മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം വനംവകുപ്പ് സംഘം ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു സംഘം കാടിനകത്തും മറ്റൊരു സംഘം പുറത്തുമാണ് ഉള്ളത്. എന്തായാലും ഈ ആനയ്ക്ക് മയക്കുവെടി വെച്ചു, അതിനുശേഷം രണ്ടാമതും മയക്കുവെടി വെക്കാനായുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മയക്കുവെടി വെച്ച ശേഷം കൃത്യമായ ഒരു സമയമുണ്ട്. ആ സമയത്തിന് ശേഷമായിരിക്കും ആനയുടെ അടുത്തേക്ക് ചികിത്സയ്ക്കും മറ്റുമായി എന്തായാലും പോവുക. അതിന് വേണ്ട, അതായത് ഈ മയക്കുവെടി വെച്ച് ആന ഒരു സ്ഥലത്ത് കൃത്യമായി നിലയുറപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ആനയെ ആ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ലഭ്യമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഇവിടെ പുരോഗമിക്കുന്നത്. അതിന് വേണ്ട, അതായത് ആനയ്ക്ക് ഇത് വെച്ചതിന് ശേഷം പിന്നീട് വെള്ളമൊക്കെ തന്നെ ദേഹത്തേക്ക് ഒഴിച്ച് അതിൻ്റെ ഒരു മയക്കത്തിൽ നിന്ന് കൂടുതൽ മയക്കത്തിലേക്ക് പോകാതിരിക്കുന്നതിനും മയക്കത്തിൽ നിന്ന് വിട്ടുമാറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എന്തായാലും ചെയ്യും. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഗോകുൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഗോകുൽ, ഇപ്പോൾ നിലവിലത്തെ ഒരു വനംവകുപ്പിന്റെ ഒരു പ്ലാൻ എന്താണ്? അത് എന്താണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഇനി അതിന് അനുയോജ്യമായിട്ടുള്ള ലിഷോയ് പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റ് നടത്തി. ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്ന ആദ്യ ദൃശ്യങ്ങളാണ് ഈ ആനയുടെ. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ആനയുടെ അടുത്തേക്ക് ഇപ്പോൾ ഈ സംഘം അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ തന്നെ രണ്ടാമത് മയക്കുവെടി വെച്ച് എല്ലാം തന്നെ ആന മയങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനകളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ആന മയങ്ങിക്കഴിഞ്ഞാലാണ് വനംവകുപ്പ് സംഘം വെള്ളം ഉൾപ്പെടെയുള്ളവയുമായി ആനയുടെ അടുത്തേക്ക് സാധാരണഗതിയിൽ പോകാറുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ട ആനയുമായി ബന്ധപ്പെട്ട ദൗത്യങ്ങളിലൊക്കെ തന്നെ അത് തന്നെയാണ് നടന്നത്. ഇപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നടക്കുന്നത്. അതായത് എന്തായാലും ആനയെ രണ്ടാമത് മയക്കുവെടി വെച്ച് കൃത്യമായി അത് വനംവകുപ്പ് സംഘത്തിൻ്റെ ഒരു നിരീക്ഷണത്തിലാണ് നിലവിൽ. ഇനിയിപ്പോൾ ചികിത്സ തുടങ്ങാനുള്ള സമയമുണ്ട്. ആ ഒരു കൃത്യമായി ആനയെ മയക്കുവെടി വെച്ച ശേഷമുള്ള ആ ഒരു സമയം, ആ സമയത്തിന് ശേഷം വീണ്ടും ചികിത്സ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എന്തായാലും ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. റോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വനംവകുപ്പിൻ്റെ RRT സംഘവും അതുപോലെ തന്നെ വനംവകുപ്പ് സംഘവും ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ആനയെ കൃത്യമായി
ആനയെ കൃത്യമായി അവിടെ ഒരിടത്ത് കൃത്യമായി നിർത്തിയതിന് ശേഷം മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്നുള്ള രീതിക്ക് തന്നെ ആനയെ കൃത്യമായി ഒരു മറ്റിടങ്ങളിലേക്കൊന്നും പോകാതിരിക്കുന്നതിന് വേണ്ടി അവർ ഒരു കൃത്യമായ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ചെയ്യും. അതൊക്കെ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തിടുക്കപ്പെട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ ആനയെ മയക്കുപിടി വെച്ച ശേഷം ആന തിരികെ ഈ സ്വബോധത്തിലേക്ക് അല്ലെങ്കിൽ അതൊരു കൃത്യമായ പഴയ ഒരു രീതിയിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ ഈ ചികിത്സ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എന്തായാലും ചെയ്യുന്നുണ്ട്. എന്തായാലും ആനയെ മയക്കുപിടി വെച്ച് ആന മയങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചികിത്സ സംബന്ധിച്ച നടപടിക്രമങ്ങളാണ് നടത്തേണ്ടത്. അതാണ് ആരംഭിക്കുക. ഈ രണ്ട് കണ്ണിനും കാഴ്ചയില്ല എന്നുള്ളൊരു പ്രാഥമികമായ വിവരമാണ് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ആ രണ്ട് കണ്ണിനും ചികിത്സ നൽകുക. ആദ്യഘട്ടത്തിൽ എത്രത്തോളം ഈ കണ്ണിന് കാഴ്ചക്കുറവുണ്ട് എന്നാണ് കണ്ടെത്തേണ്ടത്. അതിനുശേഷം ഏത് രീതിക്കുള്ള ചികിത്സയാണ് നടത്താൻ കഴിയുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വനംവകുപ്പ് അത് മനസ്സിലാക്കും. അതിന് തക്ക ഡോക്ടർമാരടങ്ങുന്ന സംഘവും പരിശോധിക്കാൻ നൽകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിന് തിടുക്കപ്പെട്ടുള്ള നീക്കമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങോട്ടേക്ക് മേശയും റോപ്പ് കയറുകളും അടക്കമുള്ളവ കൊണ്ടുപോകുന്ന സംഘത്തെ നമുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ കാണാം. കാടിനുള്ളിലാണ് ആനയുള്ളത്. കണ്ണിന് കാഴ്ചക്കുറവുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ദൂരേക്ക് എങ്ങും പോവില്ല എന്നത് വിശ്വാസം ഉണ്ടായിരുന്നു വനം വകുപ്പിന്. ഏതായാലും ആദ്യ മയക്കുവെടി വിഫലമായി എങ്കിലും പിന്നീട് ആനയെ മയക്കുവെടി വെച്ച് ചികിത്സയ്ക്കുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യം വാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീടാണ് ആന ഉള്ളിലേക്ക് നീങ്ങുകയും തുടർന്ന് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ചികിത്സകൾക്ക് നേതൃത്വം നൽകുന്നത്. കണ്ണിന് ചികിത്സ നൽകാനുള്ള ഉപകരണങ്ങളടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ഈ ദൗത്യവും പുരോഗമിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പും പല ദൗത്യങ്ങളും കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇതും. വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ട്, ഡോക്ടർമാരുടെ സംഘം. അവരൊക്കെ ചികിത്സയുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. സാധന സാമഗ്രികളുമായി സംഘം ഉള്ളിലേക്ക് നീങ്ങുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഒപ്പം എലിഫന്റ് ആംബുലൻസ് അടക്കമുള്ളവ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ തുടർ ചികിത്സയുടെ ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ, കണ്ണിൻ്റെ പ്രശ്നം സങ്കീർണമാണ് എന്ന് തോന്നിയാൽ ബേസ് ക്യാമ്പിലേക്ക് മാറ്റിയുള്ള ചികിത്സയാണ് ഇപ്പോൾ പദ്ധതിയിട്ടിട്ടുള്ളത്. അല്ല എങ്കിൽ നിലവിൽ ചികിത്സ നൽകി വിട്ടയച്ചാൽ മതിയാവും. ലിഷോയ് തുടരുന്നുണ്ട്. ലിഷോയ്, ഏതെങ്കിലും തരത്തിൽ സങ്കീർണമായി ചികിത്സ നൽകേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ, സങ്കീർണമായ അവസ്ഥയുണ്ട് എന്ന് തോന്നിയാൽ ആനയെ ക്യാമ്പിലേക്ക് മാറ്റാൻ തന്നെയുള്ള സജ്ജീകരണങ്ങളാണ് നിലവിലുള്ളത്, അല്ലേ? തീർച്ചയായും ഏതെങ്കിലും തരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടെങ്കിൽ ആനയെ മാറ്റും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആനയ്ക്ക് ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് വേണ്ടതെന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ പരിശോധനകളുടെ ആദ്യഘട്ടത്തിലേക്കാണ് വനംവകുപ്പ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും, അതായത് എന്തിന് ഏതൊക്കെ രീതിക്കുള്ള ചികിത്സയാണ് നൽകേണ്ടതെന്നുള്ള ഒരു പരിശോധനകൾ കൃത്യമായി നടത്തിയ ശേഷം ആയിരിക്കും പിന്നീട് ഈ ഏത് രീതിക്കാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കേണ്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു നിഗമനത്തിലേക്ക് എത്തുക. അതിന് ഈ 3 രീതിക്കുള്ള ട്രീറ്റ്മെന്റ് പ്ലാനുകളാണ് നിലവിൽ ഈ വനംവകുപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് തന്നെ മടങ്ങി വരാം.